Bridal Craft, The Wedding Mall, Pan Bazaar, Tirur. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടുമൃഗ സാന്നിധ്യം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നു. കഴിഞ്ഞ ദിവസം ചീനിപ്പാടത്ത് ഭാഗ്യമായി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കാട്ടുപന്നിയെ കൊന്നത് കടുവയോ പുലിയോ ആകാമെന്നാണ് വനവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വ്യക്തത വരുത്തുന്നതിനും പ്രദേശവാസികളുടെ ആശങ്ക അകറ്റുന്നതിനുമായി വനവകുപ്പ് സ്ഥലത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മീൻകുട്ടി. C1 എസ്റ്റേറ്റിൽ പന്നിയുടെ ജഡം കണ്ടു. നാട്ടുകാരെ അറിയിച്ചു. ഉടനെ തന്നെ ഡിപ്പാർട്ട്മെന്റ് RRTയും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും എല്ലാ സ്ഥലം സന്ദർശിച്ചു. റേഞ്ച് ഓഫീസറും ഡോക്ടറും വന്ന് ബോഡി പരിസരം പരിശോധിച്ചതിൽ ഇപ്പോൾ കണ്ടെത്തിയ കാര്യമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. DFIയായിട്ട് ബന്ധപ്പെട്ട് കൂട് വെക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറയിൽ നിരീക്ഷണത്തിൽ വരികയാണെങ്കിൽ അവരെ തുടർ നടപടികൾ നടക്കും. കൂട് വെക്കും. മറ്റു കാര്യങ്ങളൊക്കെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾ ജനപ്രതിനിധികളും ഒക്കെ വളരെ സജീവമായി ഇവിടെ രംഗത്തുണ്ട്. കരുവാരക്കുണ്ട് C1 എസ്റ്റേറ്റിൽ ഒരു പന്നിയുടെ ജഡം കണ്ടതായിട്ട് രാവിലെ തന്നെ നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വെറ്റിനറി ഡോക്ടർ ശ്യാം ഡോക്ടറിന് വന്ന് സ്ഥലം പരിശോധിച്ചപ്പോൾ അതിന് കഴുത്തിൽ കാര്യമായ മുറിപാടുകളൊന്നും കണ്ടില്ല. അതിൻ്റെ മാംസം ഏകദേശം വയറുഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷിച്ച രീതിയിലാണ് കാണുന്നത്. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് ചെറിയ പല്ലിൻ്റെ പാടും അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗത്ത് നഖത്തിൻ്റെ പാടുമാണ് ഉള്ളത്. അപ്പോൾ അത് ഒന്നുകിൽ കടുവയോ അല്ലെങ്കിൽ പുലിയോ ആവാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ വിശദമായിട്ട് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ന്യൂസ് 99 മലപ്പുറം. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മാൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.